ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. നാളെയാണ് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ഏകദിന പരമ്പരയ്ക്ക് തുടക്കമാകുന്നത്. ആകെ 3 ഏകദിന മത്സരങ്ങളാണ് ഈ രണ്ട് ടീമുകളും തമ്മിൽ കളിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 1:30 വഡോദര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം ആരംഭിക്കുക. സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഈ മത്സരം കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ മത്സരത്തിൻ്റെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ ഈ രണ്ട് സൂപ്പർ താരങ്ങൾ തന്നെയാണ്. ഏതായാലും ഈ മത്സരത്തിലെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു പോസിബിൾ പ്ലേയിങ് 11 നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം ന്യൂസിലാൻഡിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഓപ്പണർമാരായിക്കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിൽ യങ്, ഡിവോൺ കോൺവേ എന്നീ താരങ്ങളെയാണ്. ഇനി മിഡിൽ ഓർഡറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹെൻറി നിക്കോൾസ്, അതുപോലെ തന്നെ ഡാരി മിച്ചൽ, ജോഷ് ക്ലാർക്സൺ, ഗ്ലെൻ ഫിലിപ്സ്, അതുപോലെ തന്നെ മിച്ചൽ ബ്രേസ്വെൽ എന്നിവരെയാണ്. അതിനുശേഷം ബൗളർമാർ വരുന്നു സാക്ക് ഫോക്സ്, മിഷേൽ റേ, ആദി അശോക്. ഇങ്ങനെയാണ് ടീം ന്യൂസിലാൻഡിൻ്റെ ഒരു പ്ലേയിങ് 11 നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു പോസിബിൾ 11 മാത്രമാണ്, മാറ്റങ്ങൾ സംഭവിക്കാം. ഇനി ടീം ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓപ്പണർമാരായിക്കൊണ്ട് ശുഭ്മാൻ ഗില്ലും അതുപോലെ തന്നെ രോഹിത് ശർമ്മയുമാണ് ഇറങ്ങുക. ഗില്ലാണ് ഈ ടീമിൻ്റെ ക്യാപ്റ്റൻ. അതിനുശേഷം വരുന്ന താരങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട താരം വിരാട് കോഹ്ലി തന്നെയാണ്. പിന്നീട് ശ്രേയസ് അയ്യർ അവിടെയുണ്ട്. KL രാഹുൽ ആയിരിക്കും വിക്കറ്റ് കീപ്പർ. അതിനുശേഷം രവീന്ദ്ര ജഡേജ, നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ബൗളർമാരായിക്കൊണ്ട് ഹർഷിത് റാണ, അർഷദീപ് സിംഗ്, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്. ഇങ്ങനെയുള്ള ഒരു 11 നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ഏതായാലും മികച്ച ഒരു നിരയെ തന്നെയാണ് ഗൗതം ഗംഭീർ നാളത്തെ മത്സരത്തിന് ഇറക്കുക. വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ രോഹിത് ശർമ്മയും നാളത്തെ മത്സരത്തിൽ തിളങ്ങുമോ എന്നുള്ളതാണ് അവരുടെ ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.